2024 ഡിസംബറിൽ ട്രയൽ റൺ പൂർത്തിയാക്കി വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി. ഒരു വർഷം പരമാവധി 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു തുറമുഖം ആരംഭിക്കുന്ന സമയത്തെ ലക്ഷ്യങ്ങളിലൊന്ന്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച 9 മാസമായപ്പോഴേക്കും 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത വിഴിഞ്ഞം റെക്കോർഡിട്ടു. ഓഗസ്റ്റ് 28 വരെയുള്ള കണക്ക് പ്രകാരം 460 കപ്പലുകളിലായി 10.12 ലക്ഷം കണ്ടെയ്നറാണ് തുറമുഖത്ത് എത്തിയത്. അതായത് ഓരോ മാസവും കൈകാര്യം ചെയ്തത് ശരാശരി 1 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ. ഇന്ത്യയുടെ തെക്കു കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ നീക്കത്തിൽ മുൻനിരയിലാണ് ഇന്ന് വിഴിഞ്ഞത്തിന്റെ സ്ഥാനം. വിഴിഞ്ഞം 2ാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന ശുഭകരമായ വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിന് നവംബർ ആദ്യ ആഴ്ച തറക്കല്ലിടും. 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 5 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം ബെർത്തിലെടുക്കാം. വിഴിഞ്ഞം ലോകത്തിന് തന്നെ അത്ഭുതമായി മാറി അധികം വൈകും മുൻപാണ് 2ാം ഘട്ട വികസനത്തിലേക്ക് നീങ്ങുന്നത് എന്നതും വലിയൊരു പ്രത്യേകതയാണ്. 10,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് മുതൽ മുടക്കുന്ന 2ാം ഘട്ട നിർമ്മാണത്തിൽ സർക്കാരിന്റെ 1 രൂപയുടെ പോലും ചിലവ് വരുന്നില്ല. നിലവിലുള്ള 800 മീറ്റർ ബെർത്തിൽ നിലവിൽ 2 കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാൻ പറ്റും. 1200 മീറ്റർ കൂടി ബെർത്തിന്റെ നീളം കൂടുമ്പോൾ ആകെ നീളം 2 കിലോമീറ്റർ ആവും. ഇതോടെ 5 മദർഷിപ്പുകൾക്ക് തീരത്തെടുക്കാൻ പറ്റും. പുലിമുട്ടിന്റെ നീളം 1 കിലോമീറ്റർ കൂടി വർദ്ധിക്കും. 2ാം ഘട്ട വികസനത്തിൽ 1 സെന്റ് ഭൂമി പോലും ഏറ്റെടുക്കേണ്ടതില്ല. കടലിൽ മണ്ണിട്ട് നികത്തിയാണ് നിർമ്മാണം നടക്കുക. ഇതുവരെ 520 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. ഇതിലേറെയും MSCയുടെ കപ്പലുകളാണ്. നിലവിൽ 30 ക്രെയിൻ ഉപയോഗിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്. 2ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ ക്രെയിനുകളുടെ എണ്ണം 90 ഉയരും. വരുന്ന നവംബർ 1 മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് റോഡ് മാർഗം ചരക്ക് നീക്കം ആരംഭിക്കുമെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. ആഭ്യന്തര ചരക്ക് കയറ്റി ഇറക്കത്തിനും എക്സ്പോർട്ട് ഇമ്പോർട്ടിനുമുള്ള കസ്റ്റംസ് അനുമതി ലഭിച്ചതോടെയാണ് ഇത്. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള കസ്റ്റംസ് ആൻഡ് എക്സൈസ് വകുപ്പിന്റെ പ്രാഥമിക അനുമതിയാണ് ലഭിച്ചത്. കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറേറ്റിന്റെ അന്തിമ അനുമതിയും ഉടൻ ലഭിക്കുമെന്ന് കരുതുന്നുമുണ്ട്. വലിയ മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളാണ് നിലവിൽ വിഴിഞ്ഞത്ത് നടക്കുന്നത്. കസ്റ്റംസ് അനുമതി ലഭിക്കുന്നതോടെ ആഭ്യന്തര ചരക്ക് നീക്കവും തുടങ്ങാനാകും. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന റോഡ് സംവിധാനവും ഇതിനുള്ളിൽ പൂർത്തിയാക്കും. 300 മീറ്റർ റോഡ് കൂടി നിർമ്മിക്കാൻ ബാക്കിയുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ദേശീയപാതയിലൂടെ രാത്രികാലങ്ങളിൽ കണ്ടെയ്നർ ട്രക്കുകൾ കടത്തിവിടാനാണ് ആലോചന. കഴിഞ്ഞ വർഷം ഡിസംബർ 3 മുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണങ്ങൾ പ്രാദേശിക വിപണിയിൽ ലഭ്യമായിരുന്നില്ല. റോഡ് സംവിധാനങ്ങൾ പൂർത്തിയായി ആഭ്യന്തര ചരക്ക് നീക്കം സാധ്യമാകുന്നതോടെ സംസ്ഥാനത്തു നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുവരുന്ന ചരക്കുകൾ യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനും കഴിയും. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCയുടെ പ്രധാന കപ്പൽ റൂട്ടുകളിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടതും ഗുണമായി. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിലുള്ള കസ്റ്റംസ് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വിഴിഞ്ഞത്ത് പ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. ലോജിസ്റ്റിക്, വെയർഹൌസ് പോലുള്ള അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാനായി സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പ്രദേശത്ത് 300 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 5 ഇടങ്ങളിലാണ് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമി പണം നൽകി ഏറ്റെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. നേരത്തെ നിരവധി കമ്പനികൾ വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്താമെന്ന് അറിയിച്ചെങ്കിലും അതിന് പറ്റിയ സ്ഥലം കണ്ടെത്താനാവാത്തത് തിരിച്ചടിയായിരുന്നു. കൂടാതെ തുടർച്ചയായി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വന്നുപോകുന്ന വിഴിഞ്ഞം തുറമുഖത്ത് 2 പായ്ക്കപ്പലുകളും എത്തി. മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ പായ്ക്കപ്പലുകൾ കണ്ടതോടെ നാട്ടുകാർക്കും അധികൃതർക്കും ആകാംക്ഷയുമായി. തിരുവനന്തപുരത്ത് ഡിസംബറിൽ നടക്കുന്ന നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സുരക്ഷാ നടപടിയുടെ ഭാഗമായി പരിശോധനകൾക്കും സർവേ നടപടികൾക്കുമായാണ് നാവികസേനയുടെ പായ്ക്കപ്പലുകൾ എത്തിയത്. ഡിസംബർ 4 ശംഖുമുഖത്താണ് നാവികസേനാ ദിനാഘോഷം നടത്തുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കപ്പലുകൾ മടങ്ങുകയും ചെയ്തു. കൂടാതെ ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ ചരക്ക് കപ്പലായി ബെർത്ത് ചെയ്തത് MSC വെറോണയുമാണ്. 17 മീറ്റർ ആയിരുന്നു ഇതിനു മുന്നേയുള്ള ഇന്ത്യൻ തുറമുഖങ്ങളിലെ ഡ്രാഫ്റ്റ് റെക്കോർഡ്. ഇതുവരെ വിഴിഞ്ഞം കൈകാര്യം ചെയ്ത കപ്പലുകളിൽ 30 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ആണ്. 2024 ഡിസംബറിൽ ആരംഭിച്ച വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ വെറും 10 മാസത്തിനുള്ളിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇതുവരെ കൈകാര്യം ചെയ്ത ചരക്ക് 11 ലക്ഷം TEU പിന്നിട്ടിട്ടുമുണ്ട്. ലോക ചരക്ക് കപ്പൽ ഗതാഗതത്തിൽ വിഴിഞ്ഞത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നതിന് തെളിവാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ വന്നെത്തിയ കപ്പലുകളെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.